Hi friends, welcome to Hamictech Graphics. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MX പ്ലെയറിൽ വന്ന കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ MX പ്ലെയർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ അപ്ഡേറ്റ് എന്തെന്ന് നോക്കാം. അതിനു മുമ്പായി ഹമിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് MX പ്ലെയറിൽ വന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനായി MX പ്ലെയർ ഓപ്പൺ ചെയ്യുക. MX പ്ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഒരുപാട് TV ചാനലുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ നിരവധി ലൈവ് ചാനലുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ടൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണോ നമുക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്യാം. ഞാനിവിടെ മഴവിൽ മനോരമ എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ മഴവിൽ മനോരമയുടെ ചാനലിൻ്റെ ലിസ്റ്റ് ഇവിടെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ബാക്കിലോട്ട് വരാം. ഇവിടെ കാറ്റഗറി കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. മൂവീസ്, ഷോസ്, മ്യൂസിക്, ലൈവ് TV തുടങ്ങിയ കുറച്ച് കാറ്റഗറി കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ആ കാറ്റഗറി ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂട്ടുകാർക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ മലയാളം ചാനലുകൾ, നമ്മുടെ ഏഷ്യാനെറ്റ്, സൂര്യ പോലുള്ള ചാനലുകളൊന്നും ലഭ്യമല്ല. ഇവിടെ മഴവിൽ മനോരമ, കൗമുദി പോലുള്ള 2-3 ചാനലുകളെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ലഭ്യമായിട്ടുള്ളൂ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണിത്. നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന മീ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഡാർക്ക് തീം എന്നൊരു ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ MX പ്ലെയറിൻ്റെ തീം നമുക്ക് ഡാർക്കാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് അടുത്തൊരു അപ്ഡേറ്റ്. ഇത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി നമുക്ക് MX പ്ലെയറിൽ വന്ന അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ MX പ്ലെയറിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്, അതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് MX പ്ലെയറിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും ക്യാഷ് ഏൺ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് MX പ്ലെയറിലൂടെ വലിയ വലിയ യൂട്യൂബുകാർക്കും അതുപോലെ TV ചാനലുകാർക്കും മാത്രമേ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഭാവിയിൽ സാധാരണക്കാർക്കും MX പ്ലെയർ വഴി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് MX പ്ലെയർ വഴി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി താഴെ കാണുന്ന മീ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിക്കം ആൻ MX ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ താഴെ നമ്മൾ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ലിങ്ക്, നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് MX പ്ലെയർ വഴി നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നോക്കിയ 3 അപ്ഡേറ്റും കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന അപ്ഡേറ്റ് തന്നെയാണ്. ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.